പ്രതിസന്ധികളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ വഴി വെട്ടിത്തെളിച്ച ഒരു വനിതയുടെ കഥയാണിനി. UAE-ലും ഖത്തറിലും പൊതുവേദികളിൽ സജീവമായ സജ്ന സഹ്റാസിൻ്റെ കഥ. സജ്ന സ്വന്തം കഥ പറയുന്നു. എൻ്റെ പേര് സജ്ന സഹ്റാസ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാനൊരു ആങ്കറാണ്, ബേസിക്കലി ഇൻഫ്ലുവൻസറാണ്, ഇൻ്റർവ്യൂവറാണ്. ഇപ്പോൾ GCC കൺട്രീസിൽ ഒരുപാട് ഷോസ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പാർട്ട്ണറിനെ കിട്ടിയത് വളരെ സൈക്കോ ആയിട്ടുള്ളൊരു പാർട്ട്ണറായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു ട്രാജഡി എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ട്ണറിനെ കുറിച്ച് ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അറിയിച്ചപ്പോൾ അവർ എനിക്കെതിരാവുകയാണ് ചെയ്തത്. അത് എനിക്കെതിരെ ആവുക എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി അതിനെ ആക്കുക എന്ന് പറയുന്നതായിരിക്കുള്ളൂ കറക്റ്റായിട്ട് വരുന്നത്. കാരണം ഇതൊരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ളൊരു പ്രത്യേക കഴിവുണ്ടെന്നാണ് ഡോക്ടേഴ്സ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കിയതിൻ്റെ ആ ഒരു ഫലത്തിൽ നമുക്ക് കിട്ടിയിരുന്നത് വലിയൊരു ട്രാജിക് ലൈഫായിരുന്നു. കാരണം പാരൻസ് സപ്പോർട്ടില്ലാതെ ഒരു പുരുഷനായാലും സ്ത്രീക്കായാലും മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് 3 കുട്ടികളുമായിട്ട് മുന്നോട്ട് വന്നത് ഹാർഡ് ലൈഫാണ്, ഒരു ട്രാജിക് ലൈഫ് തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ചിരിച്ച് സംസാരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അവരൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ എൻ്റെ 3 മക്കളെ നോക്കാനായിട്ട് എനിക്കൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഫഷൻ കിട്ടിയത് കൊണ്ടാണ്. എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ ഇതനുഭവിച്ച് കരഞ്ഞ് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ മാനസിക രോഗിയാവുക, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോവുക, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ എനിക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഒരു സംഭവം പുറത്ത് പറഞ്ഞതിന് ശേഷമാണ്. ഓരോരുത്തർക്കും ഓരോ ടാലൻസ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത ഒരാളായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്ന സമയത്ത് നമുക്ക് ആ വർക്കിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതം പ്രസൻറ്റ് ചെയ്ത് തുടങ്ങിയത്. അത് ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ വോയിസ് ഓവറാണ് ഞാൻ ചെയ്തു കൊടുത്തത്. വോയിസ് ഓവേഴ്സ് ലൈക്ക് നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ്സിനൊക്കെ വോയിസ് ഓവർ ചെയ്തു കൊടുത്തിട്ട് അതിൽ നിന്നുമാണ് എനിക്കൊരു പ്രസൻറ്ററായിട്ട് മാറാനുള്ള കഴിവുണ്ടെന്ന് ആക്ച്വലി ഈ ഒരു ചാനൽസിൽ തന്നെ പലരും കണ്ടെത്തുകയും നമ്മൾ ആങ്കർ എന്നൊരു പൊസിഷനിലേക്ക് വന്നത്. എനിക്ക് 40+ ആണ്. അപ്പോൾ ആ ഒരു ഏജിലുള്ള ആൾക്കാർ ഇതിൽ വളരെ കുറവായിരുന്നു. ആ ഒരു കാറ്റഗറി ആയതുകൊണ്ടും പിന്നെ അത് മാത്രമല്ല ഈ ഒരു 3 സെക്ഷനിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കധികം കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എനിക്കിതിലേക്ക് പെട്ടെന്ന് വരാനും അതുപോലെ തന്നെ പെട്ടെന്ന് റെക്കഗ്നേഷൻ കിട്ടാനും എളുപ്പമായിട്ട് എനിക്ക് തോന്നി. ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളൊരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെ തഴഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമുക്കെതിരെ നിന്നിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് തന്നെ ഇപ്പോൾ പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞ് വരുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത് പുച്ഛമാണ്. കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കാത്ത ആ ഒരു ഫാമിലി നമ്മൾ എന്തെങ്കിലും ആയിത്തീരുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ ഒപ്പം വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ജെന്യുവൻ അല്ല. എനിക്ക് 3 കുട്ടികളാണ്, ഒരു മകൾ, 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഈ 3 മക്കളെ വളർത്തുക എന്ന് പറയണത് ഒരു ഉമ്മ ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുന്നതും പാരൻസിൻ്റെ സപ്പോർട്ടില്ല, ഹസ്ബൻഡില്ല, സഹോദരങ്ങളില്ല, കുടുംബക്കാരും തന്നെ ഇല്ലാതെ ഞാനിവരെ വളർത്തുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ മക്കളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ പക്ഷെ മക്കൾ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടായിരിക്കാം അവർ കുറേ സ്വയം പര്യാപ്തരായിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കളെ വിട്ടു പോയില്ല, ഞാൻ ആ മക്കളെ തന്നെ കൂടെ നിർത്തി അവരെ മനോഹരമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്കെപ്പോഴും പ്രൗഡായിട്ട് പറയാൻ പറ്റും. ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതെന്താണ് ഇവർ ചെയ്യുന്നത്, ഇതെന്തിനാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇവരുടെ ഒരു ക്യാരക്ടർ, ഇവരുടെ ബിഹേവിയറൊക്കെ അങ്ങനെയാണ്. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതി, നമ്മളെ സ്നേഹിക്കും പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ഉപദ്രവിക്കും. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇവർ ശരിയല്ല അല്ലെങ്കിൽ ഇവരാണ് പ്രശ്നക്കാരെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിൻ്റാണ്. അത് കഴിഞ്ഞ് ഇവരിങ്ങനെയാണെന്നുള്ളത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്, ഫാമിലിയെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത്. അതൊക്കെ ഒരു നമ്മളിപ്പോൾ ഒറ്റ വാക്കിൽ പറയുന്നുണ്ടെങ്കിൽ പോലും വർഷങ്ങളെടുക്കുന്ന പ്രൊസീജിയേഴ്സാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒന്നും കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കൺവിൻസ് ചെയ്തിട്ടും നമ്മൾ തെളിവുകളടക്കം കൺവിൻസ് ചെയ്തിട്ടും ഇതിൽ ഏറ്റവും വലിയ ട്രാജഡി എനിക്ക് കിട്ടിയത് എൻ്റെ പാരൻസിന് ഇദ്ദേഹം കുറേ ലക്ഷങ്ങൾ കൊടുത്തപ്പോഴേക്കും പാരൻസ് എനിക്കെതിരാവുകയാണ് ചെയ്തത്. നമ്മൾ പിന്നെ ഇത് ഓവർകം ചെയ്യാനായിട്ട് നോക്കണം. ഈ ഓവർകം ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, എനിക്ക് എന്താണ് കഴിവുള്ളതെന്ന് ഞാൻ തന്നെ കണ്ടെത്തി അത് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഈ ഒരു സംഭവം ചെയ്ത് ഞാൻ ഈ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന ശേഷം പിന്നെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേസ്, കോടതി, പോലീസുകാർ ചിലപ്പം നമുക്ക് പ്രശ്നം ഉണ്ടാക്കും, കോടതി നമുക്ക് പ്രശ്നം ഉണ്ടാക്കും, വക്കീൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ പിന്നെ കുറേ കാണുന്നത് നമ്മളെ അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്ന, നമ്മളിങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണെന്ന് കാണുമ്പോൾ ഇനി അല്ലെങ്കിലും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനെ പുരുഷന്മാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവരോട് ഞാൻ തുറന്ന് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ സ്ത്രീയായിട്ട് കാണാതെ മനുഷ്യനായിട്ട് കാണാമെന്ന് ഞാൻ പറയാറുണ്ട്.
എനിക്ക് തോന്നുന്നു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ആൾക്കാർക്കായിരിക്കുന്നു തോന്നുന്നു ചിലപ്പം ദൈവം അല്ലെങ്കിൽ പടച്ചോൻ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ദുരന്തവും ഉണ്ടാക്കിയെടുത്തിട്ട് അവർക്ക് അതിൽ നിന്ന് അതിജീവിക്കാനുള്ള ഒരു കരുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം അവരുണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്, ലക്ഷ്യമില്ലാതെ ജീവിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്കിപ്പോൾ ഉള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ 3 മക്കളെ എനിക്കവരെ ഭംഗിയായിട്ട് വളർത്തണം, അവരെ പഠിപ്പിക്കണം, നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കണം. അത് കൂടാതെ എനിക്ക് എന്നെപ്പോലെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക്, നേരത്തെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് പറയാൻ പ്ലാറ്റ്ഫോം ഇല്ലാത്ത അല്ലെങ്കിൽ പറയാൻ അറിയാൻ പറ്റാത്ത സ്ത്രീകൾക്ക് ഒരു ഷെൽട്ടർ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കൊരു ജീവിക്കാനായിട്ടുള്ളൊരു വകുപ്പ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റണമെന്ന് ഒരാഗ്രഹം.